മോളെ ഇതൊന്ന് നോക്കോ. ഒന്ന് അവിടെ എങ്ങാനും പോയി ഇരിക്കോ, ഞാൻ വിളിച്ചോളാം. ഡോ, തനിക്ക് ആധാർ കാർഡ് വേണോ റേഷൻ കാർഡ് വേണോ? ആധാർ കാർഡ്. എന്നാ പിന്നെ ഇതിലേക്ക് നോക്ക്, അത് റേഷൻ കാർഡാ. എടോ, തന്റെ ഫോട്ടോ എടുക്കുന്നു, ഇതിലേക്ക് നോക്ക്. ചേച്ചി എന്തിനാ ചൂടാവുന്നേ? ഞാനും ഫോട്ടോ കുറെ എടുത്തിട്ടുണ്ട്. എല്ലാം അറിയെങ്കിൽ പിന്നെ തന്നെ അങ്ങ് ചെയ്ത പോരെ, ഇങ്ങോട്ട് കയറി വരണോ? ഇങ്ങനെയാണെങ്കിൽ രക്ഷ ഉടനെ അടച്ചു കൂട്ടേണ്ടി വരും. നേരത്തെ ആ താത്തയുടെ സ്ഥാനത്ത് ഞാനായിരുന്നേ കാണായിരുന്നു. ഇന്നാ ഒരാഴ്ച കഴിഞ്ഞ ഓൺലൈനിൽ അപ്ഡേറ്റ് ആയിക്കോളും. 250 അവിടെ അടച്ചേക്ക്. ഓക്കെ. എന്താടോ പ്രശ്നം? അല്ലെങ്കിലേ ഇവിടെ ഇരുന്ന പ്രാന്തം അതിന്റെ ഇടയിൽ കൂടെ ഓരോന്ന് കയറി വന്നോളും. അതിന് കണക്കായിട്ടാ താത്തയും. ഇനി ഇങ്ങോട്ട് വരട്ടെ, ഈ സർലേ ആരെന്ന് ശരിക്കും അറിയാ താത്ത. എക്സ്ക്യൂസ് മീ, വാട്ട്? എൻ്റെ ആധാർ കാർഡിൽ അഡ്രസ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിരുന്നു. പഴയ അഡ്രസ് പറ. അതതിലുണ്ട്. ഇതിലുണ്ടെങ്കിൽ എന്താ പറയാൻ പറ്റില്ലെന്നുണ്ടോ? വിശാലാക്ഷി, ഗതിമംഗലം മില്ലം, പാലസ് റോഡ്, തൃപ്പൂണിത്തറ, എറണാകുളം. പതുക്കെ പറയോ ഒന്ന്. ഗതിമംഗലം, പാലസ് റോഡ്, തൃപ്പൂണിത്തറ, എറണാകുളം. രണ്ട് വിരൽ ഇവിടെ വെക്ക്. ഇവിടെയോ? രണ്ട് വിരൽ രണ്ടും മറുത്ത് പിടിക്ക്. ഇനി ഈ കയ്യിൽ 4 പേർ അമർത്തി പിടിക്ക്. ഈ വള എവിടുന്ന? ഞാനിത് എവിടുന്നാ വാങ്ങിയതെന്നറിയാൻ. ഇന്നാ അത്രയ്ക്ക് ഇഷ്ടമെങ്കിലും എടുത്തോ. അയ്യോ ചേച്ചി. ചേച്ചിയോ? ആരുടെ ചേച്ചി? തനിക്കൊന്നും വേറെ പണിയില്ലേ? വള എവിടുന്നാ എങ്ങനെയാ ഉണ്ടാക്കി എവിടുന്നാ മേടിച്ച? വന്ന പണി നോക്കി പോയാ പോരെ. എന്തൊക്കെ എടോ പെണ്ണുമ്പളെ എന്റെ അടുത്ത് കൈ ചൂണ്ടി സംസാരിച്ചാണ്ടല്ലോ. പേരില് മാത്രം ഗതിയുണ്ടായ പോരാ, കുടുംബത്തിലും വേണം. തനിക്ക് വേണേ തന്റെ ഭർത്താവിനോട് പോയി ചോദിക്കണോ, ഇങ്ങനെ നാട്ടുകാരുടെ കയ്യിലും കഴുത്തിലും നോക്കി നടക്കാതെ. എനിക്ക് ഇവിടെ മതിയായി, ആരെങ്കിലും നോയിക്കാം. ഇനി ഇവിടെ നിന്നാ ഈ ഗതിയില്ലാത്തവളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു. എറണാകുളത്തേക്കുള്ള അങ്ങനെ ഓരോ സ്റ്റേഷനും ഓരോ മണമുണ്ട്. തള്ളു തള്ളു തള്ളേ. ഒന്ന് പോ ചെറിയച്ച. നീ ഇരിക്കി കഴിക്കാം. വിശന്നിട്ട് വയ്യ. എന്തായി ജോലിയുടെ അപ്ഡേറ്റ്സ്?
സ്റ്റേഷനിലേക്ക് മാറ്റം നോക്കണ്ട. ഇതാണ് സുഖേട്ടാ, സ്റ്റേഷനൊക്കെ ഹെവിയാ. ആ നീ ഇത്ര വേഗം വന്നാ? ആ ഇന്ന് നേരത്തെ കഴിഞ്ഞ്. നിനക്ക് വെക്കട്ടോ ഒരെണ്ണം. ആ അവളെവിടെ? ഞാൻ അവളെ വിളിക്കാം. ഭാവനോട് ഇരുന്നേ. ഈ പരിപാടി ഇങ്ങനെ പോയി ശരിയാവില്ല. എനിക്കെന്റെ മക്കൾക്കൊരു മുട്ട പൊരിച്ചു കൊടുക്കാൻ പറ്റണില്ല. നിനക്കറിയാലോ, പ്രഭാകരേട്ടൻ മാസത്തിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അവിടെ വരണേ. അങ്ങേർക്ക് ഇഷ്ടമുള്ള വല്ല ചിക്കനോ മീനോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? പറയണോണ്ടൊന്നും വിചാരിക്കരുത്. ഇങ്ങനെയാണ് നിന്റെ തമ്പ്രാട്ടി ഇവിടുന്ന് മാറുക നല്ലത്. അല്ലാതെ അവള് പറഞ്ഞ കേട്ട് ഞങ്ങളെ റെയിൽവേ ക്വാർട്ടേഴ്സിലേക്ക് കെട്ടിക്കല്ല വേണ്ടത്. നീ ഒന്ന് അടങ്ങു സുലു. വേറെ സാരി തരുന്ന കുട്ടിയല്ലേ, നമ്മുടെ രീതിയായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. നീ കഴിക്കും. എന്താണ്? ഭാനുവിന് ഇഷ്ടമാണോ? എന്താ ഇവിടെ ചേച്ചിക്കും ചേട്ടനൊന്നും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഭാനുവിനെ ശരിക്കും ഇഷ്ടമാണോ? ഞാൻ നല്ലൊരു ഭാര്യയല്ലേ? നീ അടിപൊളിയല്ലേ? എടോ, അവർക്കൊക്കെ നിന്റെ ശീലങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നിന്നോട് എന്ത് ഇഷ്ടക്കുറവ്? സോറി. നമുക്കേ പെട്ടെന്ന് തന്നെ വീട് മാറാം. നമുക്ക് പതിയെ മാറിയാൽ മതി. എനിക്കൊരു വള വാങ്ങിച്ചു തരുമോ? വളയോ? ആ, ഒരൊറ്റ വള. അതെന്താ ഇപ്പൊ പെട്ടെന്നൊരു വള? അതെന്താ, കാര്യങ്ങൾ ബോധ്യയില് ബാനു വള മേടിച്ചിടാൻ പറ്റുന്നുണ്ടോ? അയ്യോ, തമ്പുരാട്ടി ആഗ്രഹിച്ച വള നാളെ തന്നെ കയ്യിലിട്ടരും പോരെ? മാഡത്തിന് ശരിക്കും എന്ത് വളയാ വേണ്ടത്? എടോ, ഈ ആന്റി കളക്ഷൻ, ഈ ട്രഡീഷണൽ. ഇതൊക്കെ ആന്റി കളക്ഷൻസ് ആണ് മാഡം. ഇതൊന്നും അല്ല. ഇത് നല്ല വീതിയൊക്കെ ആയിട്ട് 2 സൈഡിലെ കൊത്തുപണികളും നല്ല പച്ചക്കല്ലൊക്കെ ആയിട്ട്. പച്ചക്കല്ല്. നിനക്ക് ശരിക്കും എന്താണ് വേണ്ടത് മോളെ? മാഡം ഇതൊന്ന് നോക്കൂ. ഇതൊന്നും അല്ല. ഇതിനെന്താണ് കുഴപ്പം? ഇത് ബാനു പറഞ്ഞ് മനസ്സിലാവില്ല. ഇതിനൊന്നൊരു തറവാടത്തില്ല. നീ അതല്ല ഇതല്ല എന്ന് പറഞ്ഞൊരു ചുക്കും നടക്കില്ലട്ടാ. നിനക്ക് വള തന്നെയാണോ ആവശ്യം, അതോ നിന്റെ തറവാടിത്തം മറ്റേ? ബാനു, വിഷു വിഷു സോറി, ഞാനേ പെട്ടെന്ന്. കൈവിട് ബാനു, ഏയ്, വിട്. എന്നെ കെട്ടിക്കൊണ്ടെന്ന വകയില് ബാനു വരെ ചെലവൊന്നും ഉണ്ടായില്ലല്ലോ? ഉണ്ടോ? വിഷു നീ ഇതെന്തൊക്കെയാണ് ഈ പറയണത്? അത് ബാനുവിന്റെ ഇമോഷൻ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഞാൻ അന്വേഷിച്ച അപമാനം അത് ബാനുവിന്റെ അപമാനം തോന്നാത്തോണ്ട്. ഞാൻ കണ്ട വള ആക്ഷയ സെന്ററിലെ പീറപ്പുണ്ടെങ്കിൽ ഇപ്പിരിപ്പുണ്ട്. ബാൻ പറ്റാണെങ്കിൽ അവിടെ വരെ പോവാ. അതിന്റെ ഫോട്ടോയോ മോഡലോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ എനിക്കതുപോലത്തെ വള തന്നെ വേണം. ഹസ്തസൂത്രം നോക്കി നേത്രം പാനപാത്രം മാസമാത്രം. ഹസ്തസൂത്രം നോക്കി നേത്രം പാനപാത്രം അതിനാശമാത്രം. ഇയാൾ പ്രായത്തിൽ വെറുതെ നാട്ടുകാരെ പറയിപ്പിക്കാനായിട്ട് മതി. യൂണിഫോം ഇട്ട് ഇങ്ങനെ മൂഞ്ചിക്കോ. എന്ത് പണിയാ കാണിച്ചത്? ഒന്ന് നൊസ്റ്റാൾജിയ പിടിച്ച് വരില്ലല്ലോ. എന്നാ നൊസ്റ്റാൾജിയ എന്നും പറഞ്ഞ് വള്ളി ട്രോസ് ഇട്ട് റോട്ടിലൂടെ ഓർഡറാ. അല്ല ബാനു, ആ ഇടയ്ക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങണോ?
ഓടി 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 ആ എന്താണ് രാവിലെ തന്നെ മാലാവാള എന്നൊക്കെ പറഞ്ഞു? എടാ നിങ്ങളുടെ സ്റ്റാഫിൽ ആരുടെ കയ്യിലാണ് ഒരു ആൻറ്റിക്ക് വളയുള്ളത്? ആന്റിക്ക് വിളെ ആ. ഓഹോ നമ്മുടെ സരോടെ കയ്യിലുള്ള സരേ സോറി സരല്ല സരള എനിക്ക് വേണ്ടപ്പെട്ട സ്റ്റാഫാണ്. സരള സരള എന്നാലേ ആ സരോടെ കയ്യിലുള്ള ആ വളയൊന്ന് വേണം, അതുപോലെ ഒന്ന് ഉണ്ടാക്കാനാ. ബെസ്റ്റ് മോനെ, ജാട പാർട്ടിയാണ്, പ്രത്യേകിച്ച് ഈ വളന്റെ കാര്യം. ഈ ഒന്ന് റെഡി ആയി കൊടുക്കടോ, പണയം വെക്കാണെന്നല്ലോ. ആ റെഡി ആയി കൊടുക്കാന്ന് പറഞ്ഞാൽ അവളൊന്ന് ലീവാണ്. പിന്നെ ഇമാതിരി വളയുടെ കാര്യത്തൊന്നും ഞാനോടത്ത് പോകുന്ന വിചാരിക്കണ്ടേ, നടക്കൂല പറഞ്ഞു. ഓക്കെ കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ തന്നെ വേണം കേട്ടോ. ആവശ്യങ്ങളൊക്കെ എല്ലാവർക്കും വരും. ഈ വാടോ, ലോകത്തില്ലാത്ത വളമൊന്നുമില്ലല്ലോ. എടാ ഓൻക്കൊരു ആവശ്യം വന്നപ്പോൾ ഡ്യൂട്ടി കടൽ ഞാൻ വന്നില്ലേ, അത്രക്കൊന്നും ഇല്ലല്ലോ. എടോ ബാനു, നീ പെണങ്ങളോടോ, നിനക്ക് ആ മോഡൽ കിട്ടിയാ പോരെ? അവളുടെ ഹസ്ബൻഡ് ഉണ്ട് പുരുഷോത്തം നായർ, ആളെ വിളിക്കാം. പൊളിറ്റീഷ്യനാ? ആളെ വിളിച്ചാൽ സെറ്റ് ചെയ്യാം പോരെ? ചങ്ങായിമാരാ എങ്ങനെ വേണം പെട്ടെന്ന്. ശരി സരോ തരോ ശരി. ആ സാറോ ചേട്ടോ വീട്